ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. അഹമ്മദാബാദിൽ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടൻ സമീപത്തെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ബോയിംഗ് 787 ഡ്രീം ലൈനർ തകർന്നു വീണത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു. ഒരു മലയാളിയും മരിച്ചു. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയാണ് മരിച്ചത്. മരണസംഖ്യ ഇപ്പോൾ 242 എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 242 പേരും വിമാനത്തിലുണ്ടായിരുന്നവരാണ്. 230 യാത്രക്കാർ, 12 ക്രൂ മെമ്പേഴ്സ്. ഇതുകൂടാതെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഏതാനും പേരും മരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആകെ മരണസംഖ്യ 242ലും കൂടുതലാകും. നേരത്തെ വ്യോമയാന സഹമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഈ ആകാശ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനമാണ് ദുരന്തത്തിൽപ്പെട്ടത്. വിമാനം തകർന്ന് 242 മരണം സംഭവിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ ദുരന്തം സംഭവിച്ചത്. എങ്ങും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ഉള്ളത്. ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും മരിച്ചുവെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിവരം കിട്ടിയിരുന്നതാണ്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷമാണ് വന്നത്. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബോയിംഗ് 787 വിമാനമാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ തുടങ്ങിയിരുന്നു എങ്കിൽ പോലും ആരെയും രക്ഷിക്കുവാൻ സാധിച്ചില്ല. ബോയിംഗ് വിമാനങ്ങളുടെ ചരിത്രത്തിൽ ബോയിംഗ് വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്നവയാണ്. ബോയിംഗ് 787 അത്യാധുനിക വിമാനം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അതുകൂടാതെ അതിൻ്റെ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ സീരീസിലും ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിൽ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ 242 മരണം എന്ന് സ്ഥിരീകരിച്ചതാണല്ലോ. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ മെൻസ് ഹോസ്റ്റലിലെ, ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചില ഡോക്ടർമാരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം എന്നാണല്ലോ കരുതുന്നത്. അപ്പോൾ മരണസംഖ്യ ഇനിയും കൂടുമെന്നാണല്ലോ. അത് തന്നെയാണ്, മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ കൂടിയതുപോലെ ഒരു വലിയ സംഖ്യയുടെ വർധനവ് ഇനി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിമാനത്തിലുണ്ടായിരുന്ന ആളുകളെയാണ് നേരത്തെ മരണസംഖ്യ പെട്ടെന്ന് വരാനുള്ള കാരണം. വിമാനത്തിലുള്ള ആളുകൾക്കെല്ലാം അപകടത്തിലുണ്ടായ അതീവ ഗുരുതരമായ പരിക്കിന് പുറമെ വലിയ തീയാണ് ഉണ്ടായത്. ആ അഗ്നിഗോളത്തിൽപ്പെട്ട യഥാർത്ഥത്തിൽ അവരെല്ലാം അതിനെ അതിജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു കാരണവശാലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ 242 പേരും, അവിടുത്തെ യാത്രക്കാരും വിമാനത്തിലെ പൈലറ്റുമാരും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും എല്ലാം എത്തിയത്. ഈ വിമാനം വന്ന് ഇടിച്ച് ഇറങ്ങിയത് ആ കോളേജിൻ്റെ ഹോസ്റ്റലിലെ മെസ്സിലാണ്. ആ മുകളിലത്തെ 2 നിലയിലേക്കാണ് ഇടിച്ചിറങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരടക്കമുള്ളവരാണ്. 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏകദേശം 50ഓളം ആളുകളാണ് ഉണ്ടായിരുന്നത്. ചിലർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ചിലരുടെ പരിക്ക് കുറെ കൂടി ഗുരുതരമായ പരിക്കുകളാണ്. അങ്ങനെ വിവിധ തരത്തിൽ പരിക്കേറ്റവർ, ഗുരുതരമായി പരിക്കേറ്റവർ, സാധാരണ പരിക്കേറ്റവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇരുപുൾ ആശുപത്രിയിലുള്ളത്. ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ മരണസംഖ്യ ഉയരില്ല എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്. മറ്റ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് അങ്ങനെ കാര്യമായ തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. നമ്മൾ ആലോചിക്കണം, 800 അടി ഉയരത്തിൽ വരെ പറന്നൊരു വിമാനം വന്ന് തകർന്ന് വീഴുമ്പോൾ തന്നെ വിമാനം ഒരു വലിയ ബഹുനില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ഭാഗം ഇടിക്കുന്നു. അത് ആ ബഹുനില കെട്ടിടം, കോൺക്രീറ്റ് കെട്ടിടം ഇടിച്ച് അതിൻ്റെ ഒരു ഭാഗം കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് എത്തുന്നു വിമാനം. അത്രത്തോളം വലിയ ആഘാതമായിരുന്നു ഉണ്ടായത്. അവിടെ തന്നെ വിമാനം പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറുന്നു. യാത്രക്കാർ അപ്പോൾ തന്നെ മഹാഭൂരിപക്ഷം യാത്രക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ തന്നെ എത്തിയിരുന്നു. ഇനി ആരെങ്കിലും ആ അപകടത്തെയും അതിജീവിച്ചിട്ടുണ്ടാവുമെങ്കിൽ അപ്പോൾ തന്നെയാണ് വലിയ തരത്തിൽ തീ ഉണ്ടാവുന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന വിമാന ഇന്ധനമടക്കം ഏവിയേഷൻ ഓയിലടക്കം കത്തി ഒരു അഗ്നിഗോളമായി തന്നെ, അക്ഷരാർത്ഥത്തിൽ ഫർണസായിട്ടാണ് ഏകദേശം അരമണിക്കൂറിന് മേൽ ആ വിമാനം നിന്ന് കത്തിയത്. ആ സമയത്ത് ഏതെങ്കിലും ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ നിന്ന് ഉള്ള യാത്രക്കാരിൽ ഒരാളെ പോലും ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. എങ്കിലും ഡോക്ടർമാർ അങ്ങനെയൊക്കെ പരിക്കുകളോടുകൂടി വന്ന ആളുകളെയൊക്കെ, ചില ഭാഗത്ത് തീ കത്തിയിരുന്നില്ല വിമാനത്തിൻ്റെ, അവിടെ നിന്ന് തെറിച്ചു വീണ ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ഒരാളെ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരാളുടെ പോലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക്
ദാരുണമായ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അപകട കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബോയിംഗ് വിമാനങ്ങളെക്കുറിച്ച്, എഞ്ചിനെക്കുറിച്ചുള്ള വലിയ പരാതികൾ മുൻപുണ്ടായിട്ടില്ല. എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ കൂടി അത് പരിഹരിച്ച് പുതിയ ശ്രേണിയിൽ ബോയിംഗ് വിമാനങ്ങൾ ഇറക്കാറുള്ളതാണ്. പക്ഷേ ഈ എയർ ഇന്ത്യയുടെ ഇതേ വിമാനത്തിനുള്ളിൽ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചില വീഡിയോകൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഈ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള, എയർ ഇന്ത്യയുടെ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ചില യാത്രക്കാർ അവർ ചില വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അവിടെ ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഒന്നും തന്നെ സ്ഥിരീകരിക്കുവാൻ ഇപ്പോൾ ആയിട്ടില്ല. ഇപ്പോൾ ശ്രീ കേണൽ ഡിന്നിയും ശ്രീ രഘുനാഥ് നായരുമുണ്ട്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ബോയിംഗ് വിമാനങ്ങൾ ഇത് എഞ്ചിന്റെ കാര്യത്തിൽ ഈ 2 എഞ്ചിനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും മറ്റേ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുവാനുള്ള സാഹചര്യം ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ശ്രീ മഞ്ജുഷ, ഇതിനകത്ത് നമുക്ക് പല കാരണങ്ങളുണ്ടാവും. എഞ്ചിന്റെ മാത്രമല്ല, എഞ്ചിന്റെ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം പൈലറ്റ് മേഡേ മെസ്സേജിന്റെ കൂടെ തന്നെ ലോസ് ഓഫ് ത്രസ്റ്റ്, ലിഫ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലോസ് ഓഫ് ത്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ സസ്പെക്ട് ചെയ്യുന്ന എഞ്ചിന് തന്നെയാണ്. കാരണം എഞ്ചിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ RPM കുറവോ അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന പവർ കുറവോ. ശരി, ശ്രീ രഘുനാഥ് നായർ, ഒരു പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഔദ്യോഗികമായി അത്യന്തം അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ വാർത്തയാണ്. 242 യാത്രക്കാരുണ്ടായിരുന്നവരിൽ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 11A സീറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഇയാളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വിമാനത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെടുമ്പോൾ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. വിമാനം തകർന്ന് തരിപ്പണമായി പോയിട്ടും വിമാനം ഒരു അഗ്നിഗോളമായി മാറിയിട്ടും അതിൽ നിന്ന് തെറിച്ചു വീണ ഒരാളാണ്. 11A സീറ്റിൽ ഇരുന്ന ആളാണ്. ഏകദേശം ഔദ്യോഗികമായ സ്ഥിരീകരണമാണോ? ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇക്കാര്യം? ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. മറ്റ് സ്ഥിരീകരണങ്ങളൊക്കെ ഇനി എന്തായാലും വരാനുണ്ട്. അയാളുടെ സീറ്റ് നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ വെച്ച് തന്നെയാണ് അത്തരം സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം എന്തായാലും വരാനുണ്ട്. നേരത്തെയും രോഗികളെയൊക്കെ സംബന്ധിച്ച് മരണം സംബന്ധിച്ചുമൊക്കെ ഇത്തരം CNN ന്യൂസ് 18 ഇക്കാര്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇക്കാര്യം അഹമ്മദാബാദ് പോലീസിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു. അത്ഭുതകരമായുള്ള ഒരു രക്ഷപ്പെടലാണ് സംഭവിച്ചിരിക്കുന്നത്. കിരൺ, അതെ, നേരത്തെയും അഹമ്മദാബാദ് പോലീസാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചത്. അതിനുശേഷം പിന്നീട് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വന്നത്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു അല്ലേ? എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ്. പൊള്ളലേറ്റിട്ടുണ്ട്, പരിക്കുണ്ടെങ്കിൽ പോലും ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. ഒരു വിമാനം 800 അടിയോളം ഉയരത്തിൽ പോയ ഒരു വിമാനമാണ്. ആ വിമാനം തകർന്നു വീണ് ഒരു കെട്ടിടത്തിലേക്ക് വീണ് കെട്ടിടം ആകെ തകർന്നു പോകുന്ന അവസ്ഥ. വിമാനം ഒരു അഗ്നിഗോളമായി മാറുന്നു. പക്ഷേ എമർജൻസി എക്സിറ്റിലൂടെ ഒരു യാത്രക്കാരൻ മാത്രം തെറിച്ചു വീഴുന്നോ, തെറിച്ചു വീഴുകയാണോ, തെറിച്ചു പോവുകയാണോ, അതൊന്നും അറിയില്ല നമുക്ക്. എന്തായാലും ഇതിനിടയിൽ ഒരാൾ മാത്രം ഈ അപകടത്തിൽ നിന്ന്, തീയിൽ നിന്നൊക്കെ അകലത്തേക്ക് വീണ് പൊള്ളലും പരിക്കുമൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് ജീവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം എന്ന് പറയേണ്ടി വരും. ആ അപകടത്തിന്റെ വ്യാപ്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ പോലും ഒരു തരത്തിലും ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു അപകടത്തിലാണ് ഒരാൾ അത്യന്തം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. രമേശ് വിശ്വാസ് കുമാർ എന്നാണ് പേര്. ആ മനുഷ്യൻ്റേത് ഈ മരണത്തിൽ നിന്നൊക്കെ മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മരണത്തിന്റെ എല്ലാ മുനമ്പുകളും കടന്ന ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു വലിയ അത്ഭുതമാണ് ഉണ്ടായിരിക്കുന്നത്. 11A എന്ന് പറയുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 11ാമത്തെ റോയിലായിരിക്കും ഏകദേശം ആ സീറ്റ് വരാൻ സാധ്യതയുള്ളത്. അത് വിമാനത്തിന്റെ ചിറകിനൊക്കെ മുന്നിലായിരിക്കും. ആ ഭാഗത്ത് മുൻവശത്തിന്റെ കുറെ ഭാഗം അടർന്ന് പിറകുവശവുമായി വിമാനം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒന്നുകിൽ വിമാനം അടർന്നു പോയപ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിന്റെ എക്സിറ്റ് ഡോറിൽ നിന്നോ എങ്ങനെയോ തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ എടുത്തു ചാടുകയോ, എന്തായാലും അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ശരിയാണ്, ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ, ഈ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ, ആ
മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വിമാനം പതിക്കുന്ന ദൃശ്യങ്ങളും പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന ദൃശ്യങ്ങളും കാണുമ്പോൾ ഒരാൾക്ക് പോലും രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ട് എന്ന് തോന്നുകയില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അഹമ്മദാബാദ് പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്, പൊള്ളലേറ്റിട്ടുണ്ട്. ഇക്കാര്യമാണ് അഹമ്മദാബാദ് പോലീസ് പറയുന്നത്. 1 സർവൈവർ റെസ്ക്യൂഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർവൈവർ വാസ് ഓൺ സീറ്റ് നമ്പർ 11A എന്നും പറയുന്നുണ്ട് അഹമ്മദാബാദ് പോലീസ്. ആദ്യം അഹമ്മദാബാദ് പോലീസാണ് എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ അതേ പോലീസ് തന്നെ ഇതാണ് രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുകയാണ്. क्या भैया बता पैसेंजर अंदर से രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണിത്. 38 വയസ്സുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ ദൃശ്യവും അഹമ്മദാബാദ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ കൂടി എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ, കത്തി അമർന്നപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. 11A സീറ്റിൽ ഉണ്ടായിരുന്നയാളാണ് ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃശ്യവും അല്പസമയത്തിനകം ആ ഫോട്ടോസും പുറത്തു വരും. അത് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനകം തന്നെ അഹമ്മദാബാദ് പോലീസ്. ആ ദൃശ്യവുമുണ്ട്. ശ്രീ രഘുനാഥ് നായർ, അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലും സംഭവിച്ചിട്ടുണ്ട്. വളരെ സന്തോഷകരം എന്ന് പറയാൻ പറ്റില്ല. 241 ജീവൻ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഇതിന്റെ ക്രാഷിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് മഞ്ജുഷ, ഒരു ടേക്ക് ഓഫ് റണ്ണിൽ ഇതിന്റെ മാക്സിമം പവറിലാണ് ഈ സാധനം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പരമാവധി പവർ എന്ന് പറഞ്ഞാൽ 2 എഞ്ചിൻ ഉണ്ടെങ്കിൽ 2 എഞ്ചിന്റെ മാക്സിമം ത്രസ്റ്റിലാണ് ഇതിന്റെ ടേക്ക് ഓഫ്. ആ ക്ലൈംബിന് വേണ്ടിയിട്ടുള്ള പവർ ഇതിന് വേണം. അപ്പൊ 800 അടി ഉയരത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് അതിന് ക്ലൈംബ് ചെയ്യാനുണ്ട്. അത് തന്നെയല്ല, സാധാരണ സിവിൽ ഏവിയേഷനിൽ ഇവര് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് പരമാവധി ഉയരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാനായിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും സിവിയർ ആയിട്ടുള്ള ത്രസ്റ്റ് ലോസ് ഉണ്ടാവും. അത് ഒരു കാര്യമാണ്. അപ്പൊ എഞ്ചിൻ ഫെയിലിയർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും ത്രസ്റ്റ് ലോസ് അവർ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് എഞ്ചിൻ ഫെയിലിയറിന്റെ പുറത്താണ് നമ്മൾ ആദ്യമായിട്ട് വിരൽ ചൂണ്ടുന്നത്. ശരി, താങ്കളും ഇതേ രീതിയിലുള്ള ഒരു അനുമാനത്തിലാണോ ഉള്ളത്? ഇപ്പോൾ ബോയിങ് വിമാനങ്ങൾ ഈ രീതിയിൽ അപകടത്തിൽപ്പെടുക എന്നുള്ളത് അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഒരു കാര്യം ഇതില് യാതൊരു സംശയമില്ല. ബോയിങ് ഈ ഒരു പർട്ടിക്കുലർ ഡ്രീം ലൈനർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻ ആണ്. അത് അതിന്റെ തന്നെ ഏറ്റവും 10, 11, 12 വർഷം മാത്രമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ ഒരു പഴക്കമുള്ള എയർക്രാഫ്റ്റ് അല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്ന എല്ലാവരും മരിച്ചെന്ന് സ്ഥിരീകരണമുണ്ട്. അങ്ങനെയല്ല, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽ രക്ഷപ്പെട്ട ആളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ശരി ഡിന്നി, ഞാനൊരു ഏവിയേഷൻ എക്സ്പെർട്ട് അല്ല, പക്ഷെ ചില ഒരു ലേമാൻ അല്ലെങ്കിൽ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ആ വിഷ്വൽസ് നിന്ന് കാണുമ്പം ധാരാളം ചോദ്യങ്ങൾ പുറത്തു വരുന്നത്. ഒന്ന്, ഈ 2 എഞ്ചിനും നേരത്തെ ശ്രീ രഘുനാഥ് സാറും പറഞ്ഞ പോലെ ഈ എയർക്രാഫ്റ്റിനകത്ത് ഒരു എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിലും ഒറ്റ എഞ്ചിൻ കൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് പേലോഡും വെച്ച് അവർക്ക് മൊത്തം എല്ലാ സ്ഥലത്ത് പോയി തിരിച്ചു വരാൻ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ശേഷിയുള്ള ഒരു എയർക്രാഫ്റ്റ് ആണത്. അപ്പോൾ 2 എഞ്ചിനും, അതും സെക്കൻഡ്സ് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡ്സിനുള്ളിൽ തന്നെ 2 എഞ്ചിനും ഫെയിൽ ആവുക എന്ന് പറഞ്ഞത് അത് വളരെ വലിയൊരു ചോദ്യമാണ്. അത് എങ്ങനെ പറ്റി എന്നുള്ളത്. കാരണം അത് 1 in a billion എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ചാൻസസ് മുൻകാലങ്ങളിൽ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. 2 എഞ്ചിനും ഒരേ സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് അപ്പോൾ തന്നെ 2 എണ്ണം പോകുന്നത്. ഡ്യൂറിങ് ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു എഞ്ചിൻ ചീത്തായി കുറെ കഴിഞ്ഞപ്പോൾ മറ്റേ എഞ്ചിൻ ചീത്ത, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരേ സമയത്ത് 2 എഞ്ചിനും അതും ടേക്ക് ഓഫ് ചെയ്യുന്ന 625 ഫീറ്റിൽ മുകളിൽ തന്നെ ഇതെല്ലാം പറ്റുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ അതിന്റെ ലാൻഡിങ് ഗിയർ. ആ ലാൻഡിങ് ഗിയറും സാധാരണ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അകത്തോട്ട് പോകേണ്ടതാണ്. ഇതിനകത്ത് അത് ക്രാഷ് ചെയ്യുന്ന സമയത്ത് വരെ ആ ലാൻഡിങ് ഗിയർ മുകളിലോട്ട് പോയിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണ് സ്റ്റക്ക് ആയെന്നുള്ളതാണ് അതിന്റെ വേറൊരു ചോദ്യം. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്.
അപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും ഇനി ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണോ, ഇനി ബേർഡ് ഹിറ്റ് ആണോ, ബേർഡ് ഹിറ്റ് ഉണ്ടെങ്കിലും രണ്ട് എഞ്ചിനിലും ബേർഡ് ഹിറ്റ് നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ അതിനെ വേറെ ഒരു റീസണും ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. പക്ഷെ നമ്മൾ അതിനെ സ്പെക്കുലേഷനോ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറീസിലൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മളെ ചുറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വിഴിഞ്ഞത്തിന് അടുപ്പിച്ച് ഈ ഒരു ഏരിയയിൽ രണ്ട് ഷിപ്പ് പെട്ടെന്ന് അതിനകത്ത് ആക്സിഡൻസ് പറ്റി. ഒരു ഷിപ്പിൽ അത് എന്താണ് സാധനം എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ കത്തുകയാണ്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെറും കോയിൻസിഡൻസ് ആണോ അതോ സ്വാഭാവികമായിട്ട് നടന്നതാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ആൻസറും കിട്ടും നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഞാൻ ഒരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, നമുക്ക് ഒരു കാര്യവശാലും ഒരു കാരണവും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ശ്രീ മഞ്ജുഷ്. അത് ഇനി ഏവിയേഷൻ എക്സ്പേർട്സ് അതിനകത്ത് എനിക്കറിയാം അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് ബ്ലാക്ക് ബോക്സിനെ നന്നായിട്ട് പഠിച്ച് ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സിനെയൊക്കെ ശ്രദ്ധയോടെ പഠിച്ചിട്ട് മാത്രമേ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇതിൽ വരുത്തുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പം, അതിന്റെ വിഷ്വൽസ് കാണുമ്പം, ഇതിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം, ഇതിന്റെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പം, പൈലറ്റ്സിന്റെ കാപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ധാരാളം ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ ദൃശ്യം കൂടി കാണുന്നുണ്ട്. രമേശ് കുമാർ എന്നയാളാണ് രക്ഷപ്പെട്ടത്. നേരത്തെ അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. രമേശ് വിശ്വാസ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. 38 വയസ്സാണുള്ളത്. എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. വലിയ രീതിയിലുള്ള പൊള്ളൽ ഏറ്റിട്ടില്ല. നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ലണ്ടനിലേക്കുള്ള വിമാനമായിരുന്നു. പറന്ന് ഉയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. സർദാർ വല്ലഭ്ഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളം അഹമ്മദാബാദിൽ. അവിടെ ഒരു യാത്രക്കാരൻ, 230 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 12 ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 242 മരണം എന്നായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടൽ നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയൊക്കെ വരുന്നുണ്ട് പല കോണുകളിൽ നിന്നും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതേ വിമാനത്തിന് തന്നെ, എയർ ഇന്ത്യയുടെ ഇതേ വിമാനത്തിന് തന്നെ, ഇതേ ബോയിങ് വിമാനത്തിന് തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ട്വിറ്ററിലൊക്കെ ചില വീഡിയോസ് ഉണ്ട്. ആ വിമാനത്തിൽ യാത്ര ചെയ്ത ഈ അടുത്ത് തന്നെ യാത്ര ചെയ്തിരുന്ന ആളാണ് അങ്ങനെ ഒരു ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചിരുന്നത്. അത് ഈ വിമാനത്തിനുള്ളിലെ ചില സാങ്കേതിക കാര്യങ്ങളാണ്. ഇപ്പോൾ AC പ്രവർത്തിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ, ലൈറ്റ് ശരിക്കും ഓണാകുന്നില്ല, ഇത്തരം കാര്യങ്ങളാണ്. അതും ഈ അപകടവുമായി റിലേറ്റ് ചെയ്യേണ്ടതുണ്ടോ ശ്രീ രഘുനാഥ് നായർ? ഒന്നാമത്തെ കാര്യം ശ്രീ മഞ്ജുഷ്, ഇതേ വിമാനം എന്ന് അവരെങ്ങനെയാ പറയുന്നത്? കാരണം അവരിപ്പോ ഒരു ഫ്ലൈറ്റ് നമ്പർ ഇപ്പൊ സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് കൊടുക്കും. അത് എല്ലാ ദിവസവും സെയിം ഫ്ലൈറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത് സെയിം വിമാനം ആവണമെന്നില്ലല്ലോ. കാരണം ഈ വിമാനങ്ങൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വിമാനങ്ങൾ വേറെ ആയിരിക്കാം. പിന്നെ AC പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പെറ്റി ഇഷ്യൂസ് ഏതൊരു വിമാനത്തിലും ഏത് സമയത്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് തമ്മിൽ കോറിലേറ്റ്. ഒന്നാമത്തെ കാര്യം, ഒരു പാസഞ്ചർ പറയുന്നു സെയിം വിമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമാനത്തിന്റെ സീരിയൽ നമ്പറെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആകാശ് വത്സ എന്നുള്ള ആളാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സെയിം ഡാം ഫ്ലൈറ്റ് 2 hours ബിഫോർ ഇറ്റ് ടുക്ക് ഓഫ് ഫ്രം AMD എന്നാണ്. ഐ കെയിം ഇൻ ദിസ് ഫ്രം ഡൽഹി ടു അഹമ്മദാബാദ് എന്നാണ്. അതായത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന ഈ വിമാനം, അതായത് 2 മണിക്കൂർ മുമ്പാണ് യാത്ര ചെയ്തത്. നോട്ടീസ് അൺയൂഷ്വൽ തിങ്സ് ഇൻ ദ പ്ലേസ്, മെയ്ഡ് എ വീഡിയോ ടു ട്വീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വീഡിയോയും തയ്യാറാക്കിയിരുന്നു. ആ വീഡിയോ ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിലാണ് സാങ്കേതിക തകരാറുകൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതേ ഫ്ലൈറ്റ് തന്നെയാണ്, ഇതേ ഫ്ലൈറ്റ് ആണത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. AI171 എന്നാണല്ലോ ആ ഫ്ലൈറ്റിന്റെ പേര്, അല്ലേ? എയർ ഇന്ത്യയുടെ അത് ഫ്ലൈറ്റ് നമ്പർ അല്ലേ? ഫ്ലൈറ്റ് നമ്പർ ആണ്. അത് റൂട്ടിലേക്കുള്ള ഫ്ലൈറ്റിന് ഇപ്പൊ ഇന്ന് പോയതിനും നാളെ പോകാൻ പോകുന്നതിനും അല്ലേ AI171 എന്നുള്ളത് തന്നെയായിരിക്കും അതിന്റെ ഫ്ലൈറ്റ് നമ്പർ. അപ്പൊ വിമാനം വേറെ ആയിരിക്കും. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഇതേ വിമാനം എന്നാണ്, ഇതേ ഫ്ലൈറ്റ് എന്നാണ്. ഇതേ ഫ്ലൈറ്റ് ആണെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും പോസിബിലിറ്റി ഉണ്ട്. ഇതേ വിമാനത്തിൽ വന്നതാണെങ്കിൽ അത് പോസിബിലിറ്റി ഉണ്ട്, 100% പോസിബിലിറ്റി ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് പുള്ളി നോട്ടീസ് ചെയ്തത് എന്നുള്ളതും കൂടെ അറിയാവുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. യൂഷ്വലി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു എഞ്ചിന്റെ ഫെയിലിയർ പോസിബിലിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ യൂഷ്വലി ലെവൽ ഫ്ലൈറ്റിലാണെങ്കിൽ ബാക്കിയുള്ള ഒരു എഞ്ചിനും കൊണ്ട് എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്ത് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും.
പക്ഷെ ഒരു ടേക്ക് ഓഫ് റണ്ണിൽ കാരണം ഏറ്റവും കൂടുതൽ ത്രസ്റ്റും പ്രഷറും വേണ്ട മാക്സിമം RPM-ത്തിലായിരിക്കും വിമാനം പോകുന്നത്. അവിടെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം പൈലറ്റ് എററിന്റെ ഒരു പോസിബിലിറ്റിയും കൂടെ അവിടെ ഇവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. കാരണം RPM എത്രയായിരുന്നു, സഫീഷ്യന്റ് RPM-ലേക്ക് എയർക്രാഫ്റ്റ് പോയിട്ടുണ്ടോ, ഫുൾ ത്രോട്ടിൽ RPM കൊടുത്തിട്ടുണ്ടോ ആ ടേക്ക് ഓഫിന് വേണ്ടത്ര എന്നുള്ളത് നോക്കേണ്ടി വരും. പിന്നെ ബെറ്റി സാർ പറഞ്ഞ പോലെ ബേർഡ് ഹിറ്റിന്റെ പോസിബിലിറ്റി നമുക്ക് 2 എഞ്ചിനിൽ ഒരേ സമയത്ത് എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആണ്. അത് തന്നെയല്ല, ഈ വിമാനത്തിന്റെ ക്രാഷ് ആകുന്ന വീഡിയോസ് എല്ലാം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിൽ ബേർഡ് ഹിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എഞ്ചിനിൽ നിന്ന് പുക പോലെ ഇത് പുറത്തേക്ക് വരുന്നതായിട്ട് എന്തായാലും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. മഞ്ജുഷ, ഇവിടെ ഞാൻ ഇതിനെ പല പ്രാവശ്യം വീഡിയോനെ റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം സാധാരണ ടേക്ക് ഓഫ് ഫ്ലൈറ്റിൽ നോസ് അപ്പായിട്ടാണ് ഇത് പോകേണ്ടത്. ഈ വിമാനം തുടക്കത്തില് പിന്നെ പാരലായിട്ടാണ് പോകുന്നത്, നോസ് അപ്പിലല്ല പോകുന്നത്, പാരലൽ പൊസിഷനിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഈ ക്രാഷ് ആകുന്നതിന്റെ തൊട്ട് മുമ്പാണ് അതിന്റെ നോസപ്പ് ആകുന്നത്. അപ്പൊ എനിക്ക് സംശയങ്ങൾ വേറെ വരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒന്നും ആധികാരികമല്ല, വെറും സ്പെക്കുലേഷൻസ് ആണ്. ഒരു പക്ഷേ ഇതിന്റെ ഫ്ലാപ്പ് സഫീഷ്യന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഈ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ഇതിന്റെ ഫ്ലാപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ എലിവേറ്ററിനെ കൺട്രോൾ ചെയ്തിട്ട് ഇതിന്റെ നോസ് അപ്പ് ചെയ്യുന്നതാണ് ലാൻഡിങ്ങിലും ടേക്ക് ഓഫിങ്ങിലും. അപ്പൊ ഇത് ആ ടേക്ക് ഓഫിൽ ഒരു ലെവൽ ഫ്ലൈറ്റ് പോലെയാണ് നമുക്ക് ആദ്യം കാണുന്നത്, പിന്നെയാണ് നോസപ്പ് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതിന്റെ ഫ്ലാപ്പോ എലിവേറ്ററോ വേണ്ട രീതിയിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ട്. പിന്നീട് നോസപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഫർദർ അപ്പുള്ളപ്പ് കിട്ടാതെ പോയതാകാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അണ്ടർ കാരേജ് ഡൗൺ ആണെന്ന് പറയുന്നതിനകത്ത് വേറെ അതൊരു പക്ഷേ മാൽ ഫങ്ഷൻ ആകാം. അല്ലെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു എമർജൻസി പൈലറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോയപ്പോൾ അണ്ടർ കാരേജ് മിസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ അത് മിസ് ചെയ്തതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അണ്ടർ കാരേജ് പിന്നെ റിട്രാക്ട് ചെയ്യാതെ തന്നെ എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ വെച്ചതാകാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആധുനികമായിട്ട് വിമാനങ്ങളിലെ എല്ലാ എഞ്ചിൻ ഹെവിലി സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മാൽ ഫംഗ്ഷനും പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മാൽ ഫംഗ്ഷൻ 2 എഞ്ചിനും കൂടെ പോയി എന്ന് പറയാൻ ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ മാൽ ഫംഗ്ഷനും ഇലക്ട്രിക്കൽ മാൽ ഫംഗ്ഷനും വരുന്നത്. പിന്നെ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ ആദ്യത്തെ ക്രാഷ് ആണ് ഇതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. 2011 ഈ വിമാനം ആദ്യമായിട്ട് അവർ പുറത്തിറക്കുന്നത്. ഫസ്റ്റ് ക്രാഷ് ആണെന്നാണ് അറിയുന്നത്. പക്ഷെ ഇതിന് മുമ്പൊരിക്കൽ ഹൈഡ്രോളിക് ഫെയിലിയർ കാരണം ഒരു വിമാനം എമർജൻസി ലാൻഡിങ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഈ ഫ്ലാപ്പോ എലിവേറ്ററോ ഒക്കെ വർക്ക് ചെയ്യാതെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ കൺട്രോൾസ് ഒന്നും വർക്ക് ചെയ്താൽ വരാം. ഹൈഡ്രോളിക് ഫെയിലിയർ ആണ്. ഇതെല്ലാം ഇലക്ട്രോ ഹൈഡ്രോളിക് സിസ്റ്റംസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രിം സെറ്റിങ്ങിൽ വ്യത്യാസം, അതൊക്കെ വളരെ റെയർ ആണ്. പക്ഷേ ട്രിം സെറ്റിങ്ങിൽ വ്യത്യാസം വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പക്ഷേ ഈ എയർക്രാഫ്റ്റിനകത്ത് 2 സാധ്യതകളൊക്കെ മണിക്കൂർ ഈ കൊണ്ട് വ്യോമയാന വിദഗ്ധരൊക്കെ ഈ സാധ്യതകൾ പറയുമ്പോഴും അവസാനം ഒരു കോട്ട് കൂടി അവർ നൽകുന്നുണ്ട്. ഡ്രീം ലൈനർ വിമാനത്തിൽ ഇതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ് എന്നുള്ള കാര്യം. അങ്ങനെയും മൊഴിയില്ലേ? ഇപ്പൊ എല്ലാ ആധുനിക വിമാനങ്ങളിലും ഇനി ബേസിക്കലി വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ പറഞ്ഞ പോസിബിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലാപ്പിന്റെ കൺട്രോൾസിന്റെ ഏതെങ്കിലും ഒരെണ്ണം ശരിയായിട്ട് പിന്നെ പൊസിഷൻ ചെയ്തില്ല, അങ്ങനെയുള്ള പൈലറ്റ് എറർ ആയിട്ടുള്ള ഇഷ്യൂസ് ഏത് വന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ആധുനിക വിമാനങ്ങളിൽ കോക്പിറ്റിൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ വാർണിംഗ് കിട്ടും. ഇനി വാർണിംഗ് ഇഗ്നോർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഹൈഡ്രോളിക് ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ സഡൻ ആണ് ഹൈഡ്രോളിക് ഫെയിലിയർ എന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ഹൈഡ്രോളിക് ഫെയിലിയറിന്റെ വാർണിംഗും ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വാർണിംഗിൽ വരുന്നതാണ് ഹൈഡ്രോളിക് ഫെയിലിയർ, എഞ്ചിൻ ഫെയിലിയർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ പൈലറ്റ് പറഞ്ഞത് മേഡേ പിന്നെ ഇത് കിട്ടുന്നില്ല, ത്രസ്റ്റ് കിട്ടുന്നില്ല, ലിഫ്റ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ വേറുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തുത. അപ്പൊ അത് ഇപ്പോൾ എഞ്ചിന്റെ വ്യോമയാന ഫെയിലിയർ വിദഗ്ധനായി ആകാം. താങ്കൾ പറഞ്ഞതിന് ഏകദേശം സമാനമാണ്. വ്യോമയാന വിദഗ്ധനാണല്ലോ ജേക്കബ് കെ ഫിലിപ്പ്. അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ. അദ്ദേഹം പറയുന്ന കാര്യം, അതിൽ 3 കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ വിമാനം പറന്ന് പൊങ്ങി അത് ടേക്ക് ഓഫിൽ തന്നെ അത് താഴേക്ക് പതിക്കുന്നതാണല്ലോ, എന്നിട്ട് തീ പിടിക്കുന്നതാണ്. ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമാകും. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ എങ്ങനെയാണ് അത് വീണത് എന്ന് കൃത്യമായിട്ട് അറിയാം. അതിൽ ഇദ്ദേഹം പറയുന്ന 3 പോസിബിലിറ്റിയും ജേക്കബ് കെ ഫിലിപ്പ് പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാകുന്നത് 600 അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നിരിക്കുന്ന ചക്രങ്ങളാണ്. പിന്നെയുള്ളത് വീഡിയോയിലെ വിദൂര കാഴ്ചയാണ്. അതിൽ തന്നെ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ
പിന്നെ വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതായത് അദ്ദേഹം പറയുന്ന പോസിബിലിറ്റി 200-400 അടി പൊക്കത്തിൽ എത്തുമ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ്. ഇവിടെ 600 അടി പൊക്കത്തിലായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിന്റെ സൂചികയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന സാധ്യതകൾ ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറ്, അത് താങ്കൾ പറയുന്നു. പൈലറ്റുമാരുടെ മറവി വരെ അതിലുണ്ടാകാം. വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവാം. എന്നാൽ ഇതോടൊപ്പം ഫ്ലാപ്പുകൾ നേരെയാക്കി എന്നത് അത് വീഡിയോയിലെ വിദൂര കാഴ്ചകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാണ്. ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്ന് കയറുമ്പോഴും ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വയ്ക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ്. ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കില്ല. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ 3505 മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും 1900 മീറ്ററിൽ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെ ഇരുന്നു എന്നത് ഉറപ്പാണ്. ഉയർന്നു കഴിഞ്ഞ് ഉയരം ഏകദേശം 1000 അടി ആകുമ്പോഴാണ്, അതായത് വിമാനത്തിന് നല്ല വേഗം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാക്കുക. അതേവരെ നല്ല ലിഫ്റ്റ് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ലാപ്പുകൾ ഇങ്ങനെ ഇരുന്നേ പറ്റൂ. ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം 625 അടി. അതേസമയം 200-400 അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞിരിക്കേണ്ട വീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്തു. ആദ്യം തോന്നാവുന്ന സംശയം ലാൻഡിംഗ് ഗിയർ വലിച്ചു കയറ്റാനുള്ള ലിവർ എന്ന് കരുതി ഫ്ലാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ എന്നുള്ളതാണ്. പല പോസിബിലിറ്റികളും ഇക്കാര്യത്തിലുണ്ടല്ലോ കേണൽ ഡിന്നി. നമ്മളാരും ഇതിൽ വിദഗ്ധരല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അതും മുഖവിലേക്ക് എടുക്കേണ്ടി വരും. ജേക്കബ് കെ ഫിലിപ്പിന്റെ ഒറ്റ സെക്കൻഡ്, സോറി മഞ്ജുഷേ, ഒരു കാര്യം കൂടെ എനിക്കൊന്ന് പോകണം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ആദ്യം നമ്മൾ ഈ വിഷ്വൽസിൽ കാണുന്ന വിമാനം ലെവൽ ഫ്ലൈറ്റിലാണ്. ലെവൽ ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലാപ്പുകൾ ഡൗൺ ചെയ്തിട്ടില്ല, ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് ഫ്ലാപ്പുകൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ലെവൽ ഫ്ലൈറ്റിൽ. അല്ലെങ്കിൽ അതിന്റെ എലിവേറ്റർ ടേക്ക് ഓഫ് പൊസിഷനിൽ വന്നിട്ടില്ല. അതിനുശേഷം ഇത് ഒന്ന് പുള്ളപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നോസ് അപ്പ് ആകുന്നുണ്ട്. ആ നോസ് അപ്പ് ആകുമ്പോൾ ഈ മിസ്റ്റേക്ക് ഒരു പക്ഷേ പൈലറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വാണിംഗ് കിട്ടിയ സമയത്ത് ഈ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേന് സഫീഷ്യന്റ് ആയിട്ട് ഇതിന് ത്രസ്റ്റ് കിട്ടാത്ത കാരണം കൊണ്ടോ അല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടാത്ത കാരണം കൊണ്ടോ ക്രാഷ് ആയതാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എനിക്ക് വേറെ ചാനലിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഉണ്ട്, വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഒന്ന് വിട്ടോട്ടെ. ശരി, ഇതാണ് പലതരത്തിലുള്ള അനുമാനങ്ങളും വരുന്നുണ്ട്. അതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പൈലറ്റുമാർക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അതിൽ തന്നെ ശ്രീ കേണൽ ഡിന്നി സഹ പൈലറ്റ് ചില വാർണിംഗ് സിഗ്നൽ കൊടുത്തിരുന്നു എന്നുള്ള കാര്യവും അതൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. പക്ഷേ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമാവുകയുള്ളൂ. അതെ ശ്രീ മഞ്ജുഷ, അതിനകത്ത് പൈലറ്റിന്റെ അവസാന വാക്കുകൾ നോ പവർ, നോ ത്രസ്റ്റ്, നോ ലിഫ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറയുന്നതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മേഡേ മെസ്സേജ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ പൈലറ്റും മെയിൻ പൈലറ്റ് അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ്. എനിക്കൊന്നൊരു 8000 hours ഓഫ് ഫ്ലൈയിങ് ഉണ്ട്. കോ പൈലറ്റിന് ഏകദേശം 1000+ ഉള്ള hours ഫ്ലൈയിങ് ഉണ്ട്. അപ്പൊ ഇവരാരും പുതിയതായിട്ടൊന്നും ഉള്ള ഒരു പൈലറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഎക്സ്പീരിയൻസ്ഡ് പൈലറ്റൊന്നും അല്ല. അപ്പം അവരിൽ ഈ ബേസിക് ആയിട്ടുള്ള ടേക്ക് ഓഫ് സമയത്ത് ചെയ്യേണ്ട ചെക്സും, കാരണം നമുക്കറിയാം ഒരു എയർക്രാഫ്റ്റ് സംബന്ധിച്ചോളം ടേക്ക് ഓഫും ലാൻഡിംഗ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയം. അപ്പൊ എല്ലാ പൈലറ്റുമാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഈ ടേക്ക് ഓഫും ലാൻഡിംഗ് സമയത്താണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ മനുഷ്യനാണ്, അപ്പൊ ഹ്യൂമൻ എറർ ഉണ്ടാവാനുള്ള നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ളത് നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതൊന്നും ഇപ്പം ആക്ച്വലി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി അമിത്ഷാ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. അമിത്ഷാ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാജ്യം ഞെട്ടലിലാണ്. വലിയൊരു വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 241 പേരാണ് ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ വിമാനം പതിച്ച മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ചില ആളുകളും മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് എത്ര പേരാണ് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ 5 പേർ മരിച്ചു എന്നാണ്. പക്ഷേ തകർന്ന് കിടക്കുന്ന കോളേജ് ഹോസ്റ്റൽ കെട്ടിടമാണ് കണ്ടത്. അതിന് മുകളിലേക്ക് വിമാനം പതിക്കുകയായിരുന്നു. കെട്ടിടം തകർന്നു പോയി. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും ആൾക്കാർ, അതുമാത്രമല്ല കത്തി അമരുകയായിരുന്നു വിമാനം. അതുകൊണ്ട് എത്ര പേർക്ക് പൊള്ളലേറ്റു എന്നുള്ള കാര്യത്തിലും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നേ തീരൂ. കുറേയേറെ ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത് ഈ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് എന്നാണ്. അവിടെ പാതി അവശേഷിക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ക്യാൻറ്റീനിലെ മേശയിൽ ചിതറിക്കിടക്കുന്നു. അത് കത്തി അമർന്നിരുന്നു. പിന്നെ ഈ
BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ എന്നാണ് ആ ഹോസ്റ്റലിന്റെ പേര്. അവിടെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ അപകടത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരിൽ അതിൽ ഇന്ത്യക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, പോർച്ചുഗീസ് പൗരന്മാരുണ്ട്, ഒരു കനേഡിയൻ പൗരനുമുണ്ട്. ഇതിൽ ഒരു ഇന്ത്യക്കാരനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം അത്ഭുതകരമായി എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടുകയായിരുന്നു. 11A എന്ന സീറ്റിലുണ്ടായിരുന്ന രമേശ് കുമാറാണ് രക്ഷപ്പെട്ടത്. രമേശ് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളുമുണ്ട്. അദ്ദേഹം നടന്നു വരികയാണ്. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന ദൃശ്യങ്ങളും വന്നു. വലതുവശത്തെ വിൻഡോയിൽ ഇപ്പോൾ കാണുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷാ സംഭവസ്ഥലം സന്ദർശിക്കുന്നതാണ്. ഈ ഒരു ഞെട്ടലിൽ നിന്ന് രാജ്യം ഇതുവരെ മോചനം നേടിയിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് എന്താണ് വിമാന അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ചർച്ചകളും നടന്നു വരുന്നത്. എന്തായാലും അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരികയുള്ളൂ. പലതരത്തിലുള്ള വിശകലനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ മോഹനൻപിള്ള കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹനൻപിള്ള, താങ്കളുടെ ഒരു അനുമാനം എന്താണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണം? ഇതൊരു വളരെ ദാരുണമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഈ വളർന്നു വരുന്ന ഇന്ത്യയിലെ വ്യോമയാന സെക്ടറിൽ ഇങ്ങനെ ഒരു സംഭവം, അത് വളരെയധികം കോൺസ്പിറൻസി പല രീതിയിലുണ്ട്. ബട്ട് ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ട് അല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഐ സ്പോക്ക് ടു മൈ സൺ, ഹീസ് എ കൊമേഴ്ഷ്യൽ പൈലറ്റ്. എൻ്റെ മോന് കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ്. അപ്പൊ അവൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് എന്തായിരിക്കാം എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഈ 787 എന്ന് പറയുന്ന മുമ്പ് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ബാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ടെക്നിക്കൽ സ്നാഗുണ്ട്. ബേസിക്കലി ഇതിനകത്ത് മെയിൻ എറർ എന്ന് പറയുന്നത് ഒന്ന് സോഫ്റ്റ്വെയറും ഒന്ന് ബാറ്ററിയും. അതാണ് ബേസിക്കലി അവർ എററായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ ഓൾട്ടർനേറ്റീവ്ലി സെക്കൻഡ് എഞ്ചിനിലോട്ട് ഉള്ള ഒരു സ്വാഭാവികമായിട്ടും കൺവേർട്ട് ചെയ്ത് അത് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് അവിടെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു പ്രോബ്ലം ആയിരിക്കാം. അതും സോഫ്റ്റ്വെയറുമായിട്ടുള്ള ലിങ്ക് അതായിരിക്കണമല്ലോ. സ്വിച്ച് ഓവർ കറക്റ്റ് ആയിട്ട് നടന്നില്ല എന്ന് വേണം നമ്മളത് കാണാനായിട്ട്. രണ്ടാമത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു പൈലറ്റ് ഗോട്ട് അഡിക്വേറ്റ് എക്സ്പോഷർ ആൻഡ് അഡിക്വേറ്റ് ഫ്ലൈയിങ് അവേഴ്സ് ആർ സച്ച്. അത് നല്ല ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ട്. അതുപോലെ ഈവൻ ദ കോ പൈലറ്റ് ഓൾസോ ഗോട്ട് അഡിക്വേറ്റ് ഫ്ലൈയിങ് അവേഴ്സ് ആർ സച്ച്. സോ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലോ ആ കാര്യത്തിൽ പൈലറ്റിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് കരുതാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫിറ്റ്നസ് ഈ ഒരു രീതിയിൽ. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൊക്കെ വളരെ വേഗമായിട്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഐ ഷെയർഡ് ദാറ്റ് ഓപ്ഷൻ ഓൾസോ വിത്ത് ഹിം. അപ്പൊ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഗോട്ട് നത്തിങ് ടു ഡു. കാര്യം ഫ്ലൈറ്റിനകത്ത് ഈ മ്യൂസിക് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ AC എന്തെങ്കിലും ഉണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ഇഷ്യൂ ഓൾ ടുഗദർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെഹിക്കിളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഇപ്പം ഇത് ചെയ്തില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം വർക്ക് ആവുന്നില്ല, AC കൂളിംഗ് ഇല്ല എങ്കിൽ പോലും വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഓടും. ബട്ട് അതും ഇതുമായിട്ട് യാതൊരു ലിങ്കും ഇല്ല. അതൊരു എയർ ലിങ്ങിന് ഓടുന്ന ഫ്ലൈറ്റിന് കംപ്ലീറ്റ് ടെക്നിക്കൽ സ്നാഗ് ആണെന്നുള്ള രീതിയിൽ ദാറ്റ് ഈസ് നോട്ട് എ ഇഷ്യൂ. അങ്ങനെ ആവാൻ സാധ്യതയില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് കറക്റ്റ് ആയിട്ട് ആ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. സ്ട്രേറ്റ് വേ പോകേണ്ടതിന് പകരമായിട്ട് അതിന് പവർ കിട്ടാതെ ഏത് പൈലറ്റും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ടേക്ക് ഓഫ് ചെയ്തിട്ട് എയറിൽ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സ്നാഗ് മനസ്സിലായപ്പോൾ ATCയിൽ അറിയിക്കുകയും ചെയ്തതിനു ശേഷം ദ ബെസ്റ്റ് തിങ് ദ പൈലറ്റ് ജനറലി ഡസ് വിത്തിൻ ദ വിസിനിറ്റി അല്ലെങ്കിൽ വിത്തിൻ ദ ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% പൈലറ്റ് ചെയ്യുന്നത് U-ടേൺ എടുത്തിട്ട് അത് വീണ്ടും ലാൻഡ് ബാക്ക് എന്നുള്ള ലാൻഡിങ്ങിന് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അപ്പം ആ ഒരു ശ്രമത്തിനിടയിൽ വീണ്ടും ഇതിന് പവർ ഇല്ലാതായിട്ട് അത് വീണ്ടും ഡൗൺ ആവുകയും, ആ എലിവേഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഡൗൺ ആയതിനു ശേഷം ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് കൊളാപ്സ് ആവുകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. ശ്രീ മോഹൻപിള്ള, ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് കേരള സമാജത്തിന്റെ പ്രസിഡന്റായ ശ്രീ ഗിരീശൻ ചേരുന്നുണ്ട്. ശ്രീ ഗിരീശൻ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? തുടക്ക സമയത്ത് ഈ അപകടം ഉണ്ടായ സമയത്ത് താങ്കൾ ഒരുപാട് വിവരങ്ങൾ നൽകിയിരുന്നു. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോഴുണ്ടോ? ഞങ്ങളിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ഈ ബോംബ് ഇതില് ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നവരുടെ റിലേറ്റീവ്സും അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരുമായിട്ട് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നല്ല ഒരു ശതമാനം ആൾക്കാർ തിങ്ങിക്കൂടിയിട്ടുണ്ട് ഇവിടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പോലീസുകാർ അങ്ങനെ വളരെ ഇതായിട്ട് അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി വളരെയധികം പാടുപെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴും
തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടില്ലാണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും അവിടെ ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. ആ ഏരിയ മൊത്തം ഫയർ എഞ്ചിനും ആംബുലൻസും കൊണ്ട് നിറഞ്ഞിരിക്കുക. പോലീസിന്റെ വണ്ടികളുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഓരോരോ ബോഡികൾ അവിടുന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ച ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ, വളരെ ദ്രുതഗതിയിലാണ് എല്ലാ കാര്യങ്ങളും, പോലീസുകാരും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ കുറെ മലയാളികൾ സ്റ്റുഡൻസ് ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അവരെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതായത് അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലെ അത് അവിടുത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു സർക്കാർ സ്ഥാപനമാണല്ലോ അല്ലെ? അവിടെ ഒരുപാട് മലയാളികൾ ഉണ്ട് എന്നാണോ? മലയാളി വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണോ? മലയാളികൾ ഉണ്ട്. മലയാളികൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് വന്ന ഒരുപാട് പേര് BJ മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷെ ഒരു മലയാളിക്ക് ഒന്നും ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ഉള്ള ഒഴിച്ച് വേറെ ആർക്കും തന്നെയും മലയാളികൾക്കൊന്നും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇപ്പൊ ഈ പ്ലെയിൻ ക്രാഷ് ഉണ്ടായതിന്റെ ഒരു 100 മീറ്ററോടുകൂടി അകലെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ മരണസംഖ്യ ഇതൊന്നും ആയിരുന്നില്ല. കാരണം ഈ മേഘാണി നഗർ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തായാലും ഭാഗ്യത്തിന് അവിടുന്ന് കുറച്ചുകൂടെ ദൂരോട്ട് മാറിയിട്ട് ഒരു ഗ്രൗണ്ടിലാണ്. അതിന്റെ ഗ്രൗണ്ടിന്റെ ഒരു സൈഡില് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലുകാരുടെ ഈ ഹോസ്റ്റലുകൾ പണിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന ഡോക്ടർമാർക്കും ജൂനിയർ ഡോക്ടർമാർക്കും സ്റ്റുഡൻസിനും ഒക്കെയാണ് കുറച്ച് അപകടങ്ങൾ. അതായത് പ്രധാനപ്പെട്ട കെട്ടിടത്തിലായിരുന്നില്ല അല്ലേ ഇപ്പോൾ ഈ BJ മെഡിക്കൽ കോളേജിന്റെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലായിരുന്നു? കോളേജിലോ അല്ലെങ്കിൽ സിവിൽ ഹോസ്പിറ്റലിന്റെ ക്യാമ്പസിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെയൊന്നും അല്ല ഇത്. അതിന്റെയൊക്കെ പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് തന്നെ 100 ഏക്കറോളം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഭയങ്കര വലിയ ഇതല്ലേ. നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഓടുന്ന ഒരു മിനി ബസ് ഉണ്ട്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണത്. അവിടെയൊന്നും സംഭവിച്ചിട്ടില്ല. ഹോസ്പിറ്റൽ ക്യാമ്പസിലോ ഹോസ്പിറ്റലിനോ ഒന്നും. അതിന്റെ പുറത്തുള്ള ഒരു മേഘാണി നഗർ എന്ന് പറയുന്ന റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അവിടെ കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളായിരുന്നു. പക്ഷെ ഈ അടുത്ത സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം അവിടെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് അവിടെ ഇപ്പം അത് സിവിൽ ഹോസ്പിറ്റലിന് കൊടുത്തിട്ട് അവർ ക്വാർട്ടേഴ്സ് പണിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നെന്നുണ്ടെങ്കിലും മരണസംഖ്യ ഇതിന്റെയൊക്കെ ഡബിളും ത്രിബിളും അല്ല, അതിന് കൂടുതലാകുമായിരുന്നു. അപ്പൊ ഈ പരിക്കേറ്റ ആളുകളുണ്ടല്ലോ, ഡോക്ടർമാരും PG ഡോക്ടർമാരുണ്ടായിരുന്നു ഇല്ലേ? MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. അവിടെ ഒരു മെസ്സിൽ ഉച്ചയ്ക്ക് 1:08 ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അവര് മെസ്സിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏകദേശം എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാവും? എത്ര പേര് ആശുപത്രിയിലുണ്ട് ഗിരീശൻ? നിങ്ങൾക്ക് എങ്ങനെയാ? ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിന്റെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും പോലീസിന്റെ ടൈറ്റ് സെക്യൂരിറ്റി, ഒരാളെ ഉള്ളിൽ വിടുന്നില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേരള സമയത്തിന്റെ ആൾക്കാരാണ്, ഇതുപോലെ മലയാളികൾക്ക് ഇതിനകത്തുണ്ട്, മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളെ കയറ്റി വിട്ടതാ. ഞങ്ങളൊന്ന് പോയിട്ട് എന്തായാലും ആ മോർച്ചറിയുടെ അടുത്തോട്ടൊക്കെ പോവുകയാണ്. ഞങ്ങൾ ഒന്ന് പോയിട്ട് അന്വേഷിക്കട്ടെ. ശരി ഗിരീശൻ, ഇത്രയും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇത് പുതിയ ദൃശ്യങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? ഇപ്പോൾ ടേക്ക് ഓഫിന് ശ്രമിക്കുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. തൊട്ടു പിന്നാലെ നേരത്തെ കാണിച്ചുവല്ലോ, അത് വിമാനം തകർന്നു വീഴുന്ന ദൃശ്യവും. തൊട്ടടുത്തുള്ള BJ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടത്തിന് സമീപത്തേക്കാണ് തകർന്നു വീണത്. എയർ ഇന്ത്യയുടെ 171 വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ. ഇത് വിമാനത്താവളത്തിലെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ടേക്ക് ഓഫ് മുതൽ ക്രാഷ് വരെയുള്ള ദൃശ്യങ്ങളാണ്. ശ്രീ കേണൽ ഡിനി, ഇത് മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇതിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളുമുണ്ട്, ടേക്ക് ഓഫ് ചെയ്ത് വിമാനം തകർന്നു വീഴുന്നതും. കൂടുതൽ ദൃശ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ താങ്കൾ കോൺസ്പിറസി തിയറിയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഇത് ഒന്നുകിൽ വിമാനത്തിന്റെ സാങ്കേതികമായ തകരാർ, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പൈലറ്റിന് എന്തെങ്കിലും രീതിയിലുള്ള പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അതിനപ്പുറം കണക്കാക്കേണ്ടതുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കൂടുതൽ സാധ്യത ഉള്ളത്. അതായത് ഒന്നീ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഫോൾട്ട് ആവാം,
അല്ലെങ്കിൽ പൈലറ്റിന്റെ എറർ ആവാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മളിപ്പോൾ രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു ബേസിസിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് മറ്റ് അതിനിപ്പോൾ കോൺസ്പിറൻസി തിയറി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാം. പക്ഷെ അറ്റ് ദിസ് മൊമെന്റ് വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരും ഒന്നും ചെയ്യാതെ ഇത് നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ഇപ്പം പറയാൻ സാധിക്കുള്ളൂ. അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളത് അറിയാൻ പറ്റൂ. പിന്നെയുള്ള ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്നത് ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന വിമാനമാണ്. ഇത് ഇവിടെ തന്നെ 13,500 കിലോമീറ്റർ ഒറ്റ പറക്കലാണല്ലോ നടത്തുന്നത് ഈ അഹമ്മദാബാദിൽ നിന്ന്. അപ്പോൾ അത്യാധുനിക വിമാനം എന്നൊക്കെ പറയുമ്പോഴും പലതവണ പരാതികൾ ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളതുമാണല്ലോ. അതിൽ 777 സീരീസ്, അതുപോലെ തന്നെ 787 സീരീസ്, ഇതിപ്പോൾ 787-8 ഡ്രീം ലൈനർ എന്നാക്കിയിട്ടുണ്ടല്ലോ. ഈ ഡ്രീം ലൈനർ ജെറ്റുകളുടെ നിർമ്മാണത്തിൽ തന്നെ ഗുരുതരമായ രീതിയിലുള്ള ഈ പരാതികൾ അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാതികൾ വന്നിട്ടുള്ളതാണ്. പിന്നെ വിമാനം പഴകുന്നതനുസരിച്ച് ഈ തകരാറുകളുടെ വ്യാപ്തി കൂടും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഈ വ്യോമയാന വിദഗ്ധർ നൽകിയിട്ടുള്ളതാണ്. എഞ്ചിനീയറിംഗ് രംഗത്തുള്ളവർ തന്നെ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവരുടെ തന്നെ ബോയിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിസിൽ ബ്ലോവറിന് ഇതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 787-ല് ഞാൻ കണ്ടതിനകത്ത് ഒരെണ്ണം ഈ ഫ്രെയിമിനകത്ത് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു മുടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഗ്യാപ്പ്. പക്ഷേ 35,000 ഫീറ്റിലൊക്കെ പറക്കുമ്പം ആ ഗ്യാപ്പ് വലിയൊരു ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നുള്ള അവിടെ ജോലി ചെയ്ത ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ തന്നെ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് മാറി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നിൽ കിടപ്പുണ്ട്. സാം സാഹേപൂർ അല്ലേ, അദ്ദേഹം നടത്തിയ ഒരു ബോയിങ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. കറക്റ്റ്. അപ്പൊ അദ്ദേഹം പക്ഷേ 777-ന്റെയും 787-ന്റെയും നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവുകളായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതെ, അദ്ദേഹം ആദ്യം 787-ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഒരു പരാതികളെ കാരണം ബോയിങ് സൈകട്ട് എന്നെ 777-ലേക്ക് മാറ്റി. 777-ലേക്ക് ചെന്നപ്പോഴും അവിടെയും ഇതേപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം പൈലറ്റ് എറർ ആണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പക്ഷികൾ എന്തെങ്കിലും അങ്ങനെയുണ്ടോ. പക്ഷെ ഇപ്പൊ ഇത് കണ്ടിട്ട് വളരെ വ്യക്തമായിട്ട് ഇത് ടേക്ക് ഓഫ് ചെയ്തിട്ട് അതിന് ഒരു പ്രശ്നം കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷ്വൽസ് കണ്ടാലും അതിനകത്ത് അതായത് സാധാരണ രീതിയിലുള്ള ത്രസ്റ്റ് കിട്ടേണ്ടുള്ള രീതിയിൽ കിട്ടിയിട്ടില്ല. 665 ഫീറ്റ് വരെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് പോയിട്ടില്ല. അപ്പൊ അതാണ് നമുക്ക് ചോദ്യം. അതായത് 2 എഞ്ചിൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ 2 എഞ്ചിനിൽ ഒരു എഞ്ചിൻ പോലും പ്രവർത്തിക്കാതെ എങ്ങനെ വന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമല്ലേ. അപ്പൊ അത് ഇപ്പൊ 2 എഞ്ചിൻ പ്രവർത്തിച്ചിട്ട് ഇരുന്നിട്ട് പൈലറ്റ് എറർ അത്രമാത്രം വലിയൊരു പൈലറ്റ് എറർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. 2 പൈലറ്റ് എറർ ഉണ്ട്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ജാഗ്രത അവർ വെക്കുന്നത്. എല്ലാ ചെക്സും റീചെക്കും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിയാണ്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. മകളെ കാണാൻ വേണ്ടി ലണ്ടനിലേക്ക് പോവുകയായിരുന്നു വിജയ് രൂപാണി. അദ്ദേഹം ബിസിനസ് ക്ലാസ്സിലായിരുന്നു ഇരുന്നിരുന്നത്. ബിസിനസ് ക്ലാസ് വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സീറ്റ്. അദ്ദേഹം 2016 മുതൽ 2021 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി. അദ്ദേഹവും ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 241 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇവിടെ വിൻഡോയിൽ കാണുന്നത് ആ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് കുമാർ എന്ന ആളുടെ ദൃശ്യമാണ് കാണുന്നത്. ശ്രീ മോഹനപിള്ള, ഇതിലിപ്പോൾ ഈ വിജയ് രൂപാണി ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള കൂടുതൽ നിഗമനങ്ങളിലേക്ക് വരുമല്ലോ. താങ്കൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം ഈ മിക്കവാറും ഡ്രീം ലൈനറിന്റെ ഒരു ടെക്നിക്കൽ സ്നാഗ് എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിന്റെ കാരണം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടാമത് ഇതിനകത്ത് എന്തെങ്കിലും ആ ഒരു കോൺസ്പിറസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജാക്കിങ്ങോ അല്ലെങ്കിൽ പീപ്പിൾ ഓർഡിനറി ലേമാൻ ലൈക്ക് പറയും ഈ കൂടുതൽ ആൾതാമസമുള്ളിടത്തോട്ട് ഫ്ലൈറ്റ് എടുത്തൊന്നു പോയിട്ട് അവിടെ തന്നെ ഹിറ്റ് ചെയ്ത് വീഴുന്നു. അതായത് വേൾഡ് ട്രേഡ് WTO-യിലൊക്കെ ഉണ്ടായ മാതിരിയുള്ള ആ ഒരു സിസ്റ്റത്തിലോട്ട് ആ ഒരു ആംഗിളിലോട്ട് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന് ബേസിക് ആയിട്ടുള്ള കാരണം ഇഫ് ഇറ്റ് ഈസ് എ ടെററിസ്റ്റ് ആംഗിൾ ഓർ ടെററിസ്റ്റ് ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ദ ഫസ്റ്റ് വൺ ടു ഓൺ അപ്പ് ആൻഡ് ഡിക്ലെയർ ദംസെൽഫ് സേയിങ് ദാറ്റ് വി ആർ ദ വൺ ഹു ഡിഡ് ദിസ് ഹോൾ എന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞു. അതൊന്നും ഒരിക്കലും അത് പ്രോബബിലിറ്റി ഇല്ല. ഞാൻ കാണുന്ന പ്രോബബിലിറ്റി ഈ ഒരൊറ്റ കാര്യമാണ്, ടെക്നിക്കൽ സ്നാഗ് അബ്സല്യൂട്ട്ലി. അത് മൾട്ടി എഞ്ചിൻ എന്നുള്ള രീതിയിൽ ഇതിനെ ഡ്രീം ലൈനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത് ഇത് 2 പോയിന്റിലാണ് ബേസിക്കലി ഉള്ളത്. സോഫ്റ്റ്വെയറിലും ബാറ്ററിയിലുമാണ് ഇതിന്റെ പ്രശ്നമുള്ളത്.
ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ എറർ കണ്ടിട്ടുള്ളതും അതാണ്. അപ്പം അത് തീർച്ചയായിട്ടും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എഞ്ചിൻ ഫെയിൽ ആകുമ്പോൾ മറ്റേ എഞ്ചിലോട്ടുള്ള ഓട്ടോമാറ്റിക് കണക്ഷനിലും അത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് അത് വീണ്ടും ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ജനറലി പൈലറ്റ്സിന് കൊടുക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എന്താണ് അറ്റ് ദി ഏർലിയസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതി വെച്ച് ഞാൻ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് ഞാൻ അവൻ പറഞ്ഞ അനുസരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയർ ബൈ എയർപോർട്ട് അല്ലെങ്കിൽ അധികം ദൂരമല്ല. അപ്പൊ ഇത് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. അപ്പൊ അന്നേരം അത് തീർച്ചയായിട്ടും എടുത്ത് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം പൈലറ്റ് നടത്തിയിട്ടുണ്ടാകും. അപ്പൊ ഈ ടേക്ക് ഓഫിന് ഒരിക്കലും ബാക്കപ്പ് സപ്പോർട്ട് പവർ ഇല്ലാതിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഹൈറ്റ് എടുക്കാതെ വന്ന ആ സമയത്ത് അപ്പം അത് ആ ആംഗിളിലും പോകാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഹി മസ്റ്റ് ഹാവ് സീൻ നിയർ ബൈ കുറച്ച് മാത്രമുള്ള ഒരു ഏത് പൈലറ്റും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറച്ച് മാത്രം ഇൻഹാബിറ്റേഷൻ ഉള്ള ആൾക്കാർ കുറവുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ കുറെ ഗ്യാപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലം മാത്രം നോക്കി അവിടെയോട്ട് ലാൻഡ് ചെയ്യാനായുള്ള. നേരത്തെ ശ്രീ ഗിരീശൻ പറഞ്ഞത് തൊട്ടടുത്ത് കുറച്ചുകൂടി മാറിയായിരുന്നെങ്കിൽ വലിയൊരു ജനവാസ മേഖലയായിരുന്നു ഈ ആശുപത്രിയുടെ തന്നെ. അതാണ് മെയിൻ ആയിട്ട് ഏത് പൈലറ്റും ചെയ്യുന്ന കാര്യമാണ്. അത് ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ചെയ്യാതെ പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ തീ പിടിക്കാതെ ഒരു ലാൻഡ് ചെയ്ത് ഒരു മിനിമം കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് പൈലറ്റ് ഷുഡ് ഹാവ് ബീൻ എ ഹീറോ. ഒരു സംശയവുമില്ല. അതാണ് ഞാൻ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല ആ ഒരു ആംഗിൾ. പക്ഷെ ഡ്രീം ലൈനറിന്റെ പിന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെൻ ദ ലാസ്റ്റ് മേജർ ഫിറ്റ്നസ് ടെസ്റ്റ് ഹാസ് ബീൻ ക്ലിയർഡ് ഈ ഒരു ഫ്ലൈറ്റിന്. ഇതിപ്പോ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വന്നിട്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിൽ പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ. ഒരു പാസഞ്ചർ അതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. ഒരു പാസഞ്ചർ ട്വീറ്റ് ചെയ്തത് ഇതേ വിമാനം തന്നെ, അതായത് ഇതേ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നിരുന്നു, അവിടെ കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം വിമാനത്തിനുള്ളിലെ ചില കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരുന്നത്. താങ്കൾ പറഞ്ഞ പോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതിനെ. പിന്നെ ഒരു കാരണമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ എ സി വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ ആൻഡ് അബവ് ആയിട്ട് ഇറ്റ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് മെയിൻ സിസ്റ്റം, മെയിൻ എഞ്ചിൻ അല്ലെങ്കിൽ അതുമായിട്ട് യാതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 4 വീലർ ആണെങ്കിൽ പോലും മ്യൂസിക് സിസ്റ്റം വർക്ക് ആയില്ല, എ സി വർക്ക് ആയില്ലെങ്കിലും വണ്ടി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് ആ ഒരു രീതിയിൽ അത് നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ഡ്രീം ലൈനർ. അപ്പം പൊതുവെ ഇപ്പോൾ ഒരു സംസാരമുണ്ട്. കാര്യം എയർ ഇന്ത്യ നേരത്തെ ആയിരുന്ന ഈ എയർ ഇന്ത്യ മാക്സിമം റഫ്യൂസ് ചെയ്ത് ഒരു കണ്ടംനേഷൻ ആ ഒരു ലെവലിൽ എത്തിയതിനു ശേഷമാണ് മാക്സിമം ടാറ്റ അക്വയർ ചെയ്തതെന്നും ആ അക്വയർ ചെയ്തതിന് ശേഷം ആ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം ഇല്ല. ഒരു കാര്യം നമ്മൾ ഇതിനകത്തൊന്ന് കൂട്ടി വായിക്കേണ്ട, നമ്മൾ ഓർക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എയർ ഇന്ത്യ റൺ ചെയ്ത സമയത്ത് മാക്സിമം ഫ്ലൈറ്റുകൾ, ചില ഫ്ലൈറ്റുകളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യുമായിരുന്നു. ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അത് ടെക്നിക്കൽ ഫിറ്റ്നസ് കിട്ടിയില്ല എന്നുള്ള രീതി, നല്ല എഫിഷ്യൻസ് ആയിട്ട് ഫിറ്റ്നസ് ചെക്ക് ചെയ്യുമായിരുന്നു. അത് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരുന്നു. ഗവൺമെന്റ് സെക്ടറിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറ്റ് ഈസ് നോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫിറ്റ് അല്ല, പറക്കത്തില്ല. നേരെ മറിച്ചിട്ട് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ശ്വാസം വരെ എന്തെങ്കിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതി നോക്കും. ഇതാണ് ഓർഡിനറി രീതി നമ്മൾ കാണേണ്ടത്. അപ്പൊ നമ്മൾ കാണേണ്ട ഒരു രീതി, ഇതിന്റെ ഫിറ്റ്നസ് എപ്പോഴായിരുന്നു ലാസ്റ്റ്? ഈ പീരിയോഡിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. അതായത് ലോക്കൽ ഒരു അത്യാവശ്യം പുറമെ ഒക്കെ നോക്കിയുള്ള ഒരു ഫിറ്റ്നസ് ഇതുണ്ട് എവരി ഫ്ലൈയിങ്ങിന്, പ്രയർ ടു ദ എവരി ഫ്ലൈയിങ്. അത് കൂടാതെ തന്നെ ഒരു പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഉണ്ട്. അതിനുവേണ്ടി അത് ഗ്രൗണ്ട് ചെയ്തിട്ട് ഒരു 3 to 4 days എടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് വീണ്ടും അത് ഇതിന് ഫ്ലൈയിങ്ങിന് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത് അങ്ങനെ എത്ര നാൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് 10 വർഷത്തിന് മുകളിൽ 11 വർഷത്തോളം പഴയ അതൊന്നും വലിയ പഴക്കമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ആംഗിളിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ശരിക്കും ഉള്ള ഒരു ടെക്നിക്കൽ സ്നാഗ് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമുക്കിത് കാണാനായിട്ട്. അതിനെ അവര് കാണേണ്ട രീതിയിൽ കണ്ടില്ല എന്നുള്ള ഒരു രീതിയാണ്. പിന്നെ പൈലറ്റ് വേറെ ഒരു ഓപ്ഷനും പൈലറ്റിന് ഇല്ലായിരുന്നു. തിരിഞ്ഞു വരാൻ ട്രൈ ചെയ്തപ്പോൾ അത് വീണ്ടും മുന്നോട്ട് പോകേണ്ട ബാക്കപ്പ് ഇല്ലായിരുന്നത് കൊണ്ട് വീണ്ടും അത് താഴോട്ട് തന്നെ അതിന്റെ ആ എലിവേഷൻ താന്നു. പിന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇൻഹാബിറ്റേഷൻ, അതായത് ആൾക്കാർ കൂടുതലില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ ബിൽഡപ്പ് ഏരിയ അല്ലാത്ത ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു എന്നുള്ള രീതി മാത്രമേ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ട് ഓവറോൾ പൈലറ്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്ങും ആ ഒരു രീതിയിൽ നോക്കിയാൽ നമ്മൾ ആ രീതി മാത്രമാണ് വായിച്ചെടുക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഡെന്നി പറഞ്ഞ മാതിരി സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഇതിനകത്ത് ഞാൻ അത് കൂട്ടിക്കെട്ടുന്നില്ല. നോട്ട് ലൈക്ക് ദ ഷിപ്പ് സിങ്കിങ് ഇഷ്യൂ അല്ല. അപ്പം അത് ഇതിനകത്തോട്ട് കൂട്ടിക്കെട്ടേണ്ടതാണെന്ന് തോന്നുന്നില്ല. കാര്യം അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയാണല്ലോ അവരത് ചെയ്യുന്നത്. അവരത് ചെയ്തു എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രൈഡ് എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അറ്റ് എയർലീസ്റ്റ് അവർ ഡിക്ലെയർ ചെയ്യും എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ട് ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബിസിനസ് മൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ.
അപ്പൊ മറ്റൊരു അങ്ങനെ കാര്യം ഒരു ഒന്ന് രീതിയിൽ പറഞ്ഞില്ലേ? ആ ഒരു ശരി രീതിയിൽ ഡെന്നി എന്താണ്? ഈ സമയത്ത് പറ്റില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ബോംബ് വെച്ചോ അങ്ങനത്തെ കാര്യമല്ല. നമ്മളിപ്പം ഒരു അല്ല, അല്ല, അല്ല. സാബോട്ടാജ് ഞാൻ ചെയ്യണമെങ്കിൽ പറഞ്ഞത് നമുക്കിപ്പം ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സ്, കാരണം ഇത് ഫൈനലായിട്ട് ചെയ്യുന്നത് ക്ലിയർ ഒക്കെ ചെയ്യുന്ന അവിടെ നിന്നല്ലേ. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ട്. അതായത് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ല. അതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, Yes. ഈ ഖാലിസ്ഥാനി സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഗുൽവന്ത് സിംഗ് പന്നു, ഈ ഗുൽവന്ത് സിംഗ് പന്നു എന്ന് പറഞ്ഞിട്ട് കാനഡയിലും യു എസിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് നവംബർ 19, 2023 വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന സമയത്ത് ആ പന്നൂൻ വന്നിട്ട് വീഡിയോ ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. അതായത് നിങ്ങൾ എയർ ഇന്ത്യയിൽ കയറരുത്, 19-ാം തീയതി എയർ ഇന്ത്യയിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അത് തകർക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് പണ്ടത്തെ കനിഷ്ക ബോംബിംഗ് പോലത്തുള്ള രീതിയിലേക്ക് എയർ ഇന്ത്യ എന്ന് പേരെടുത്ത് തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അങ്ങനെ എയർ ഇന്ത്യയുടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുള്ള ഒരു സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദി സംഘടന തന്നെയാണ്. അവരുടെ തന്നെ ഒരാള്, പന്നൂനെ പോലുള്ള ആള് പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഷെയർ അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൊത്തം ചാൻസ് ഇതിനകത്ത് ഒരു ഏവിയേഷൻ ഫോൾട്ട് ആവാം. അത് ചിലപ്പം എക്യുപ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ പൈലറ്റ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആവാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ മറ്റ് ഒരു കാര്യവും അതിനെ ഞാൻ കോൺസ്പിറസി എന്നൊന്നും വിളിക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യവും ഞാൻ റൂൾ ഔട്ട് ചെയ്യുന്നതെന്ന് മാത്രമാണ് എന്റെ ലിമിറ്റഡ് പോയിന്റ്. ശരി, കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ടോ? എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടോ? അമിത്ഷാ കേന്ദ്രമന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞുവല്ലോ. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് വരുന്നുണ്ടോ ഇപ്പോൾ? കേന്ദ്രമന്ത്രി അമിത്ഷാ നേരിട്ട് അവിടെ എത്തി അവിടുത്തെ മറ്റ് കാര്യങ്ങളെല്ലാം രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകുകയാണ്. അവിടെ ദ്രുതകർമ്മ സേന എത്തി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, അത്തരം പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ടത് ആളുകളുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള വലിയ പ്രവർത്തനമാണ്. എത്രയും വേഗത്തിൽ തന്നെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് വേണം ഉത്തരം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഈ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ഈ വലിയ ദുരന്തത്തിൽ എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ അത്രയത്തോളം ഒരാൾ പോലും ഒരു തരത്തിലും ജീവിതത്തിലേക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ വിശ്വാസ് കുമാർ രമേശ് എന്നാണ് പേര്. രമേശ് കുമാർ വിശ്വാസ് പറഞ്ഞെങ്കിലും പേര് എഴുതുന്നത് അങ്ങനെ ആദ്യം കണ്ട ടിക്കറ്റിലെ പേര് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയല്ല, വിശ്വാസ് കുമാർ രമേശ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആണ് രക്ഷപ്പെടുക. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം 11A എന്ന് പറയുന്ന സീറ്റ്, അത് വിൻഡോ സീറ്റാണ് 11A എന്ന് പറയുന്നത്. ആ സീറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത സീറ്റല്ല, അതേ റോയിൽ തന്നെ അങ്ങേ അറ്റത്ത് ആയിരുന്നു ഇരുന്നത് അജയ്കുമാർ രമേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ വീണ് ഈ അപകടമുണ്ടായ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് കൃത്യമായി അറിയില്ല. തനിക്ക് പെട്ടെന്ന് എന്തായാലും മറ്റുള്ളവരുടെ എല്ലാം ശരീരം കിടക്കുന്നതാണ് എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത്. പ്രതീക്ഷിക്കപ്പെടുന്നത് വിമാനം താഴെ വന്ന് വിമാനം തീ പിടിച്ചതിൻ്റെ അതേ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തോ അദ്ദേഹത്തിന് എമർജൻസി എക്സിറ്റ് വഴി ചാടാനോ അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ടുമില്ല അല്ലേ? നിസ്സാരമായ പരിക്കുകളെ നിസ്സാരമായ നടന്നു പോവുകയായിരുന്നുവല്ലോ. നടന്നു പോകുകയായിരുന്നു. നിസ്സാരമായ പരിക്കുകളാണ്. തെറിച്ചു വീണത് ഇപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഉയരത്തിൽ 800 അടി ഉയരത്തിൽ നിന്നൊക്കെയാണ് വീണെങ്കിൽ അങ്ങനെ വിമാനം താഴോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണാം. അപ്പോഴൊന്നും ആരും വീഴുന്ന ദൃശ്യങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും താഴെ എത്തിയ ശേഷമാണ് അദ്ദേഹം വിമാനത്തിൽ നിന്ന് താഴെ വീണത്. എന്തായാലും ഈ വീണിട്ടും അദ്ദേഹം തീ വീണ ഭാഗത്തേക്കല്ല അദ്ദേഹം വീണത്. ചെറിയ പരിക്കുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്തും ഒക്കെ ഉള്ളത്. അത് ആ വീഴ്ചയിലുണ്ടായ പരിക്കുകളാവും. വീണതും അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്നൊരു തരത്തിലേക്കുള്ള എല്ലാവിധ ഭാഗ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടത്തിൽ അദ്ദേഹം ചെന്ന് വീഴുന്നത് തന്നെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെ പോലും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നില്ല. കയ്യിലിരുന്ന മൊബൈൽ പോലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരുന്ന മൊബൈൽ പോലും അദ്ദേഹത്തിന് നഷ്ടമാകുന്നില്ല. അതടക്കം നിന്നുകൊണ്ടാണ് താഴേക്ക് വന്ന് വീഴുന്നത്. ഇത്തരം ഒരു എല്ലാവരും മൃതശരീരങ്ങൾ പോലും ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് അപകടത്തിൽപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന സ്വന്തം സഹോദരനടക്കമുള്ളവർ മരണത്തിലേക്ക് പോകുമ്പോൾ ഒരാൾ മാത്രം 240 അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്. മിക്ക അപകടങ്ങളിലും ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. വലിയ ദുരന്തങ്ങളിൽ അത്ഭുതകരമായ ചില രക്ഷപ്പെടലുകൾ ഉണ്ടാവും. അതാണ് ഇപ്പോൾ അഹമ്മദാബാദിലും കണ്ടത്. കിരൺ, മറ്റൊരു കാര്യം, DGCA ഒരു ട്വീറ്റ് ഇറക്കിയിരുന്നു. അതിൽ തന്നെ പറഞ്ഞിരുന്നു ഔദ്യോഗികമായ കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കാവുള്ളൂ, അതുമാത്രമേ നൽകാവുള്ളൂ എന്ന് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നതാണ്. DGCAയുടേതായിട്ട് ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും റിലീസ് വന്നിട്ടുണ്ടോ? അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ?
പുതിയ അപ്ഡേഷൻ എന്ന രീതിയിൽ നൽകാൻ മറ്റേതെങ്കിലും ട്വീറ്റുകൾ വന്നിട്ടില്ല. അവരുടെ അന്വേഷണത്തിൻ്റെ പ്രാഥമികമായ വിവരം പക്ഷി ഇടിച്ചു എന്നുള്ളതാണ്. പക്ഷി രണ്ട് എഞ്ചിനിലും ഇടിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. യന്ത്ര തകരാറിൻ്റെ കാര്യങ്ങളടക്കമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക നിഗമനം ഇതിൻ്റെ പക്ഷി ഇടിച്ച് ഉണ്ടായ അപകടം, പ്രൊപ്പല്ലറിലേക്ക് പക്ഷി കടന്നു കയറി ഉണ്ടായ അപകടമായിരിക്കും എന്നതാണ് പ്രാഥമിക നിഗമനം. മറ്റ് അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, ശ്രീ മോഹൻപിള്ള, ഇതാണ് പക്ഷി ഇടിച്ചുള്ള അപകടം എന്ന രീതിയിലാണ് തുടക്കത്തിലെ കാര്യമാണിത്. ഇത് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പം ജനറലി ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം സാധാരണഗതിയിൽ. പക്ഷേ അത് നിങ്ങൾ തന്നെ വിഷ്വലിൽ കാണിച്ചല്ലോ ആ ഒരു ഇതില്, അല്ലെങ്കിൽ ഇത് റൺവേക്ക് അടുത്ത് തന്നെയാണ് ഈ സംഭവം എന്നുള്ളതുകൊണ്ട് റഡാറിൽ പിക്ചർ വളരെ ക്ലിയർ ആണ്. അപ്പൊ പക്ഷികളുണ്ടെങ്കിലും അതും പിക്ചറിൽ വരേണ്ടതാണ്. അപ്പം അങ്ങനെ ഉള്ളതുണ്ട് എന്നുള്ള രീതിയിലോട്ട് അത് എനിക്ക് തോന്നുന്നില്ല. ഒരു പിക്ചറിൽ ഒരു വിഷ്വലിലും ടേക്ക് ഓഫ് മുതലുള്ള ടൈമിൽ അങ്ങനെ ഉണ്ടെങ്കിൽ റഡാറിനകത്ത് ക്ലിയർ ആയിട്ട് കാണും. അതുപോലെ അവിടുത്തെ ഈ ക്യാമറയിലും കാണും. അപ്പം അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു റീസൺ ആവാം. പക്ഷെ അങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ലാൻഡ് ബാക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു രീതിയിൽ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ അടുത്ത എഞ്ചിനിൽ കൺവേർട്ട് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. ഇത് രണ്ടും ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയർ ഫെയിലിയർ ആവാം, അതുപോലെ തന്നെ ബാറ്ററിയുടെ. ഇത് രണ്ടും ജനറലി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതായത് 787 സീരീസിലുള്ള മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ലൈനറിന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണഗതിയിൽ ഫ്ലൈറ്റിൽ 2 റോ ഉള്ളപ്പോൾ ഇതിനകത്ത് മിഡിലിൽ ഒരു റോയും കൂടിയുണ്ട്. അതാണ് ഈ 11A എന്ന് പറയുന്നത്. ആ 11A കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഡ്രീം ലൈനർ ഉണ്ട്. ഡൽഹിയിൽ വന്നിട്ട് പിന്നെ ദുബൈയിൽ പോകുന്നിട്ട് ദുബൈ കൊച്ചി ടു ഡൽഹി, അത് ഒരു ഡ്രീം ലൈനർ ആണ്. അപ്പം ഈ 3 റോ ഉള്ള ഒരു ഇതാണ് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ഇതുള്ളത്. അപ്പം ആ 11A എന്ന് പറയുന്നത് അത് രക്ഷപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം മേ ബി അവിടെ ആ വിൻഡോയുടെ അവിടെ എമർജൻസി എക്സിറ്റ് ആണ് 11th കഴിഞ്ഞുള്ളത്. ആ 11th കഴിഞ്ഞ് എമർജൻസി എക്സിറ്റ് വരുമ്പോൾ സൈഡിലോട്ട് മേ ബി ആൻഡ് ദാറ്റ് ഈസ് ലക്ക് ആസ് വെൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും നമുക്ക് എവിഡൻസ് കിട്ടി, അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം മുതൽ തന്നെ ഒരു ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മുതൽ ഹെവി ടർബുലൻസും അതുപോലെ അങ്ങനെയുള്ള ഇഷ്യൂസും, റൺവേയിൽ ഒരു പ്രോബ്ലം ഇല്ല, വെതർ ക്ലിയർ ആണ്, ഇതെല്ലാം ബേസിക്കലി ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ പ്രശ്നം കാണുന്ന ഈ ഒരൊറ്റ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എഞ്ചിൻ എങ്ങനെ ഇമ്മീഡിയറ്റ് ഫെയിലിയർ എന്നുള്ളതാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എങ്ങനെ ആവാം സോഫ്റ്റ്വെയർ ഫെയിലിയർ എന്ന് പറയുന്നത്? അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. കാര്യം എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു എഞ്ചിന്റെ അത് സ്ലോ ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യാതിരിക്കില്ല, പവർ ബൂസ്റ്റ് ചെയ്യാതിരിക്കില്ല എന്നുള്ളത് വരില്ല. ലൈറ്റ് ആയിട്ട് അതിന്റെ ഡിപ്രഷൻ വന്നാൽ പോലും അത് ലൈറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ്. എഞ്ചിൻ ഇത് പവർ ബാക്കപ്പ് കൊടുക്കാതെ പവർ ഇല്ലാതെ വന്നപ്പോൾ ആ ഒരു രീതിയിൽ പൈലറ്റ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു. ശരി, പലതരത്തിലുള്ള നിഗമനങ്ങളും വരുന്നുണ്ട്. ഒരു സങ്കടകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മലയാളി നേഴ്സാണ് UK-യിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് സ്വദേശിയായ രഞ്ജിത R. നായറും ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ഒമാനിലെ സലാലയിൽ നേഴ്സായിരുന്നു. അവിടെ നിന്നാണ് UK-യിൽ ജോലിക്കായി പോയത്. നാട്ടിലെത്തി മടങ്ങുന്ന വഴിയായിരുന്നു. നേരെ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കാണ് ഈ വിമാന സർവീസ് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇവിടെ തന്നെ കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു രഞ്ജിത. അതിനുശേഷമാണ് വിദേശത്തേക്ക് 5 വർഷത്തെ അവധിയെടുത്ത് പോയതാണ്. UK-യിൽ ജോലി ചെയ്യുകയായിരുന്നു. രഞ്ജിതയും ഈ അപകടത്തിൽ മരിച്ചു.